കഥയല്ലിത് ജീവിതം. നമസ്കാരം. കഥയല്ലത് ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൃത ടിവിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമസഹായം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാന്യ ജഡ്ജ് ശ്രീ സച്ചിദാനന്ദൻ, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീ സുരേഷ് ബാബു, സാമൂഹ്യ പ്രവർത്തക ശ്രീമതി സ്മിത സതീഷ്. എല്ലാവർക്കും സ്വാഗതം. കഥയല്ലിത് ജീവിതം. അപ്പോൾ അവർ പിറ്റേ പ്രാവശ്യം ചെന്നപ്പോൾ കൊച്ചിനെ കാണിച്ചു തന്നു. കൊച്ചിനെ കാണിച്ചു തന്നു പിള്ളേർ എൻ്റെ അടുത്ത് നിർത്തുകയും ചെയ്ത് ക്ലാസ്സിൽ നിന്ന് വെളിയിലിറക്കി എൻ്റെ തിണ്ണയിൽ നിന്ന് വിട്ടു തന്നു. പിന്നെ അങ്ങനെ വലിയ സ്നേഹമായിട്ടാണ് കൊച്ചെൻ്റെ അടുത്ത് അടുത്തുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് അവൾ 5ാമത്തെ സ്കൂള് ഏതാണ് അതിൻ്റെ ഫുൾ പേരെനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ കൊണ്ടാക്കിയപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പലിൻ്റെ അടുത്തും പറഞ്ഞു, എനിക്ക് കൊച്ചിനെ കാണിച്ചു തരല്, കൊച്ചിനെ കൊടുക്കരുത്, കൊച്ചിനെ കാണിച്ചു തരല് ഒന്നും കൊടുക്കാൻ സമയം. അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൽ ആദ്യമേ പറഞ്ഞ്, ഞങ്ങൾ പ്രൈവറ്റ് സ്കൂളാണ്, അതുകൊണ്ട് നിങ്ങൾക്കൊന്നും കൊടുക്കാൻ പറ്റില്ല, കൊച്ചിനെ കാണാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് ആദ്യം അവർ അവിടുത്തെ പ്രിൻസിപ്പളും ഒരു ലേഡീസിനെ അവർ എൻ്റെ അടുത്ത് ചൂടായി. ഞാൻ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഇരിക്കട്ടെന്ന്. അങ്ങനെ 2ാമത്തെ പ്രാവശ്യം പോയപ്പോൾ കൊച്ചിനെ എന്നിട്ട് അവർ വിളിച്ച് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് ഇതുപോലെ നിർത്തി കാണിച്ചു തന്നു. ഞാൻ കണ്ട് ഞാൻ പോന്നു. അടുത്ത് പിറ്റേ പ്രാവശ്യം പോയപ്പം ദൈവത്തിൻ്റെ കാരണമായിട്ട് ദൈവം എന്തോ എൻ്റെ അടുത്ത് എന്തോ സ്നേഹം കൊണ്ട് അവിടുത്തെ മാനേജറെ അവിടെ അപ്പോഴും വരുത്തി തന്നു. മാനേജർ അവിടെ സ്കൂളിൽ വെറുതെ വന്നതാണ്. അപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നത് കണ്ട് കയറിയിരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ കയറിയിരുന്നില്ല, വെളിയിൽ തന്നെ. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നല്ല, അവിടുത്തെ മാനേജറെ അറിഞ്ഞൂടാ, പ്രിൻസിപ്പലിനെ അറിഞ്ഞൂടാ, ആരും അറിഞ്ഞുകൂടാ. കൊടുക്കുകയാണ് പ്രിൻസിപ്പളോ ഇന്നാരാണ് മാനേജറാണെന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു മാനേജറാണെന്ന് പറഞ്ഞിരുന്നു. ഞാൻ വെളിയിൽ നിൽക്കുന്നുണ്ട്, മാനേജറാണ് വിളിക്കുന്നത്, കയറിയിരിക്കാം. ഞാൻ കയറിയിരുന്നപ്പോൾ എൻ്റെ അടുത്ത് കേട്ട് എന്ത് മോനെ വിളിക്കാൻ വന്നതോ, മോനെ എന്നല്ല കൊച്ചുങ്ങളെ വിളിക്കാൻ വന്നതോ. ഞാൻ പറഞ്ഞു ഞാൻ കൊച്ചുങ്ങളെ എന്ന് പറയാനില്ല, എൻ്റെ ഒരു മോൻ്റെ കൊച്ചു ഇവിടെ പഠിക്കണം, ആ കൊച്ചിനെ കാണാനാണ് വന്നതെന്ന്. പിന്നെ പ്രിൻസിപ്പൾ എല്ലാവരും പറഞ്ഞു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തപ്പോഴവർ പറഞ്ഞ് എന്തായാലും അവരെ മോൻ്റെ കുട്ടിയാണ്, മോൻ്റെ കുട്ടിയെ കാണാൻ വന്ന് നിങ്ങൾ ആരും തടുത്ത് വയ്ക്കരുത്, തടുത്ത് വയ്ക്കുക, കൊച്ചിനെ അവർക്ക് കാണിച്ചു കൊടുക്കണം, എപ്പോഴും വന്നാലും അവർക്ക് കൊച്ചിനെ കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അതെ സാർ, ഞാൻ കാണിച്ചു കൊടുക്കാം, നിങ്ങൾ അവരെ വഴക്കൊന്നും പറയാൻ നിൽക്കരുത്, അവരെ മോൻ്റെ കൊച്ചാണ്, മോനാണ് നഷ്ടപ്പെട്ടത്, മോൻ നഷ്ടപ്പെടുന്നവരെ വേദന അവർക്ക് അറിയാൻ പറ്റുള്ളൂ, നിങ്ങൾ ആ കൊച്ചിനെ കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് അവർ കൊച്ചിനെ എനിക്ക് കാണിച്ചു തരും. പിന്നെ നമുക്കൊന്നും കൊടുക്കാൻ പറ്റില്ല, ഇവരൊറ്റ സ്കൂളിൽ ഒന്നും പിന്നെ കൊടുക്കാൻ ഒക്കില്ല. മാർത്താനശ്ശേരത്ത് വെച്ച് മിഠായി എല്ലാം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണതല്ലേ അവൾ പ്രശ്നം ഉണ്ടാക്കിയത്. വേണ്ടാന്ന് കണക്കാക്കി ഞാൻ ഒന്നും കൊണ്ട് കൊടുക്കുകയും ഇല്ലായിരുന്നു. അങ്ങനെ കാണിച്ചു തരും. അടുത്ത പ്രിൻസിപ്പലിൻ്റെ മോള് വന്ന് ഒരു ദിവസം, 3ാമത്തെ ദിവസം പോയപ്പം പ്രിൻസിപ്പലിൻ്റെ മോള് വന്ന്, പ്രിൻസിപ്പളല്ല മാനേജറെ മോള് സ്കൂൾ നോക്കാൻ അവർ എന്തോ എഴുതാനും പറഞ്ഞ എഴുതി കൊണ്ടൊക്കെ ഇരിക്കണതാണ് വന്ന്. അപ്പോഴെൻ്റെ അടുത്ത് ഈ പ്രിൻസിപ്പൾ എന്നാ പറഞ്ഞു, അതാണ് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന കണ്ട മാനേജറെ മോളാണെന്ന് പറഞ്ഞു. അപ്പോഴവർ ആ ലേഡീസ് അവരും ചോദിച്ചു എന്താണെന്നൊക്കെ ചോദിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴും പറഞ്ഞ് ഈ അമ്മയ്ക്ക് കൊച്ചിനെ കാണിച്ചു കൊടുത്തേ പറ്റുള്ളൂ, അമ്മ കൊച്ചിനെ കാണിട്ട് അമ്മയ്ക്ക് കൊച്ചിൻ്റെ അടുത്തുള്ള ഇതൊക്കെ ഒരു സ്നേഹം കൊണ്ടല്ലേ പറഞ്ഞത്, എല്ലാ അമ്മമാരും കൊച്ചുങ്ങളെ വേണ്ടെന്ന് വയ്ക്കും, പക്ഷേ അവർക്ക് കൊച്ചിനെ കാണിച്ചു കൊടുക്കണമെന്ന്. ആ ഒരു വർഷവും കൊച്ചിനെ കാണിച്ചു തന്നു. പിറ്റേ വർഷം ഈ വർഷം വീണ്ടും പരുത്തൻ പറയുന്ന പറയുന്ന സ്കൂളിൽ കൊണ്ടാക്കി അവൾ അവിടെ ചെന്നും വിലക്കി കൊച്ചിനെ കാണിച്ചു കൊടുക്കരുതെന്ന്. ഈ കേസ് ഞാൻ ഇന്നലെ നിൽക്കുകയാണ്. 6ാമത്തെ സ്കൂള്. അത്രയ്ക്ക് ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്ന് അവൾ പറയട്ടെ. ഞാൻ അവൾക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവളെ ഉപദ്രവിക്കാൻ പോകണം. പിന്നെ ഇനി ഒന്നുമല്ല, ഒരു ചോദ്യം ചോദിക്കട്ടെ. ഒരു മിനിറ്റ്. നിങ്ങൾ പറഞ്ഞല്ലോ കേസ് കൊടുത്തു എന്നല്ലേ? കേസ് കൊടുത്തിട്ട് 21-ാം തീയതി കേസ് പോസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. നിങ്ങൾ പോയില്ല എന്ന് പറഞ്ഞു. ആ കേസിന് എന്ത് സംഭവിച്ചു? കേസ് മാറ്റി വെച്ചു. കല്യാണം കഴിഞ്ഞിട്ട് എത്രയും ഷീനയുടെ ഇപ്പോൾ രണ്ടാമത് കല്യാണം കഴിഞ്ഞിട്ട് എത്രയാവുന്നോ? 2 കൊച്ചുങ്ങളുണ്ട് ഇപ്പോഴത്തേന്. അവൻ ആദ്യം ഒരു പെണ്ണ് കെട്ടി, അതിലൊരു കൊച്ചുണ്ട്, പെൺകൊച്ച്. ആ ഭാര്യ എന്തായി? ആ ഭാര്യയെ അത് ഈ കാര്യം പറഞ്ഞല്ല, ഈ മാഡം പറയണ ഈ കൊച്ചിനെ എടുക്കാൻ പോയെന്ന് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മൂത്ത മകൻ കൊണ്ടുപോയിട്ട് ഞാൻ കൊണ്ടുപോയി വൈകുന്നേരം കൊണ്ടാക്കാമെന്ന് പറഞ്ഞല്ലോ. അടുത്ത വീട്ടുകാർ 2-3 പയ്യന്മാർ വന്ന് പറഞ്ഞ് നീ ഇനി വരെയൊന്നും ചെയ്യരുതേ, ഇവൻ ആൾ മോശമാണ്, ഇവൻ സംശയ രോഗിയാണ്, ഇനിയെങ്കിലും അവൻ പെണ്ണ് കെട്ടണം, നേരെ പോകണമെങ്കിൽ അങ്ങ് പോട്ട്, അവന് ആദ്യത്തെ ഭാര്യയിൽ സംശയമാണ് എന്ന് പറഞ്ഞ്. ഒടുക്കാൻ ഞാൻ അന്വേഷിച്ചപ്പോൾ അവൻ ആദ്യത്തെ ഭാര്യയിൽ സംശയം വയ്ക്കാൻ
അവളെ കൊച്ചിച്ചൻ്റെ മക്കൾ വലിയച്ഛൻ്റെ മക്കളൊക്കെയാണ് ഞാൻ ആ ചുറ്റുപാടുമുള്ള പിള്ളേർ. അവൾക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് പോകണമെങ്കിൽ ബൈക്കിൽ പോകുമ്പം ഇപ്പം ഞാനും എൻ്റെ അനിയൻ്റെ മക്കളെ വിട്ടതൊക്കെ നീ ഇവിടെ പോകണം ഞാനും അങ്ങോട്ട് വരണം എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ ആ പെണ്ണ് കയറി പോകുമെന്നാണ് അറിവ്. അല്ലാതെ അവൾ വേറെ ആരോടെയും പോയൊന്നുമില്ല. സംശയരോഗത്തിന്റെ പേരിലാണ് അവർ പിരിഞ്ഞു പോയി. പിരിഞ്ഞ് അവള് ശരിക്കും ഇടിക്കുകയൊക്കെ ചെയ്ത് അവൾ വളരെ കഷ്ടപ്പെട്ട്. ഇപ്പൊ എന്താ ഇവരുടെ സ്ഥിതി എന്താ അതറിയാൻ പാടില്ല. ഇവരുടെ സ്ഥിതി എങ്ങനെ ആയെന്നൊന്നും അറിയാൻ പാടില്ല. ഷീനയ്ക്ക് ഇപ്പൊ എത്ര മക്കളുണ്ട്? ഇപ്പോഴത്തേല് 2 ഉണ്ട്. 2ആയി. അപ്പോ 2014 മകൻ മരിച്ചിട്ട് 11 മാസമാണ് ഇവരെ കൂടെ നിന്നത്. 3 ദിവസം കാണാതെയായി. തിരിച്ചു വന്നിട്ട് 3-ാം ദിവസം എല്ലാം കൂടെ കെട്ടിപ്പെറുക്കി അവർ കൊണ്ടുപോയി. അപ്പോൾ 1 കൊല്ലം ഇവരെ കൂടെ എന്ന് വെച്ചോളൂ, ഏകദേശം എല്ലാം കൂടെ ചേർത്ത് 1 കൊല്ലം. 15-ന് പോയപ്പോൾ ചിലപ്പോൾ അപ്പം തന്നെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും. കഴിഞ്ഞു ഇവിടെ പോയി 2 മാസം ആകുമ്പോൾ കല്യാണം കഴിഞ്ഞ് പോയി. അപ്പോൾ 2015-ന് കല്യാണം കഴിഞ്ഞു. അല്ല 2016-ല് 2014 ഫെബ്രുവരിയിൽ മരിച്ചു. 2015-ലാണ് ഇവരുടെ കല്യാണം. 4 കൊല്ലായി. 2 മക്കളുമായി. ആദ്യത്തെ ഭാര്യയിൽ ഒരു മകളുണ്ട്. ആ മകൾ എവിടെയാ? അമ്മയുടെ കൂടെയാണ്. ഇവര് ഈ 2 മക്കളും ഉണ്ട്, നിങ്ങളുടെ മകനും ഉണ്ട്, നിങ്ങളുടെ കൊച്ചുമകനും ഉണ്ട്. അങ്ങനെ 3 പേരായിട്ടാണ് അവർ കഴിയുന്നത്. ഏതായാലും 4 കൊല്ലായി ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് അവരുടെ. അപ്പൊ നിങ്ങളുടെ ആവശ്യം ഇപ്പൊ കൊച്ചിനെ കാണണമെന്ന് മാത്രമേ ഉള്ളൂ. കസ്റ്റഡി അല്ല അവർ ചോദിക്കുന്നത്, വിസിറ്റോറിയൽ റൈറ്റ്സ്. അപ്പൊ നമുക്ക് ലീഗലായിട്ടുള്ള ഇതിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയാ സാർ ഇതിൻ്റെ അത്? ലീഗലായിട്ട് അവർക്ക് ഒരു അവകാശമുണ്ട്, കാണാൻ കൊടുക്കണം. വിസിറ്റോറിയൽ റൈറ്റ് എന്ന് പറയില്ലേ, കുട്ടിയെ കാണാനുള്ള ഒരു അവകാശം അവർക്ക് കൊടുക്കണം. അത് നമ്മൾ ഈ ജുഡീഷ്യൽ പ്രൊനൗൺസ്മെൻറ്റിലൂടെ വന്നിട്ടുള്ള ഒരു നിയമ സംവിധാനമാണിത്. ഈ പാരൻസിന്, ഗ്രാൻഡ് പാരൻസിനൊക്കെ കുട്ടികളെ കാണാൻ ഒരു അനുവാദം കൊടുക്കുക എന്നുള്ളത്. ഒന്നുകൂടി സ്കൂളിൽ പോയി കാണുക, അല്ലെങ്കിൽ കസ്റ്റഡി കൊടുക്കുക, അങ്ങനെയൊക്കെ പല ഇതും ചെയ്യാം. അവകാശമുണ്ട്. കാണാനുള്ള ഒരു റൈറ്റ് അവർക്ക് ഉണ്ട്. പക്ഷേ ദാറ്റ് ഡിപ്പെൻസ്. അത് എന്താണ് ഇവരുടെ ചില ദുരുദ്ദേശങ്ങളുണ്ടാകും പലർക്കും. അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് നോക്കണം. ഇപ്പം എന്താ വെച്ചാൽ കോടതിയിൽ കേസ് പെൻഡിങ് ആണ്. ഇപ്പം നമ്മളിവിടെ വല്ലതും ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ സബ്ജക്റ്റ് ടു ദി ഔട്ട്കം ഓഫ് ദാറ്റ് ഓർഡർ ആയിരിക്കണം. പക്ഷേ നമ്മുടെ നമ്മൾ വല്ല ഓർഡർ ഇവിടെ പാസ്സാക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി റെസ്പെക്റ്റഡ് ബൈ ദാറ്റ് കോർട്ട്. അതെ, ഇത് കൊണ്ടുപോയിട്ട് അവിടെ കൊടുത്തിട്ട് അത് അവിടെ ഇത് വിധിയായി അദാലത്തിൽ വെച്ച് എല്ലാം വിധിയായി. നമ്മൾ 2 പേരെ വിട്ട് ഒപ്പിടിയേച്ച് സെക്കൻഡ് സാറ്റർഡേ കൊച്ചിനെ രാവിലെ നമുക്ക് തരാം. 10 മണിക്ക് തന്ന് 5 മണിക്ക് അവർ തിരിച്ചു കൊണ്ട് വീട്ടിലാക്കി തരും എന്നുള്ളതെല്ലാം റെഡിയായി ഒപ്പിട്ടൊക്കെ വാങ്ങിച്ച് അതിൻ്റെ പേപ്പറും നമുക്ക് ഞാൻ തന്ന്. അവൾക്ക് കിട്ടിയാൽ എനിക്ക് കിട്ടി. അപ്പോൾ ഇപ്പം വക്കീലിൻ്റെ കസ്റ്റഡിയിലാണ് ആ പേപ്പർ ഇരിക്കുന്നത്. അതിൻ്റെ ഫോട്ടോ സെറ്റ് എൻ്റെ കയ്യിലുള്ളൂ. അല്ല, അങ്ങനെ ഒരു അദാലത്തിൽ വിധിയായിട്ട് പിന്നെയും കാണിച്ചു തരില്ലായിരുന്നു? അയ്യോ, എന്തെല്ലാം പ്രശ്നം തരണയില്ലെന്ന് പറയാൻ. പിന്നെ അങ്ങനെ ഒരു വിധി കിടപ്പുണ്ട്. ഈ കേസിനോടനുബന്ധിച്ചാണോ അദാലത്ത് നടത്തിയത്? അത് കേസിന് മുമ്പാണോ അദാലത്ത് തീരുമാനിച്ചത്? ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കേസിന്റെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണോ? നടന്നുകൊണ്ടിരിക്കാനായിരുന്നു. അപ്പോഴായിരിക്കും അവര് അദാലത്തിൽ വെച്ച് എല്ലാം റെഡിയാക്കി. കേസ് ഒത്തീർപ്പായില്ല. അപ്പോൾ തീർന്നില്ലെന്ന് വെച്ചാൽ പിന്നീട് നമുക്ക് കേസിനെ കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ ഈ പേപ്പറിൽ മെയിൻ ജഡ്ജി ഒപ്പിട്ട് സൈൻ ചെയ്തിട്ടില്ല. എന്തോ നിങ്ങളുടെ ഭർത്താവിന് അതൊക്കെ അറിയണ്ടാവില്ലേ? ഇല്ല അറിയില്ല. അങ്ങനെ ഒന്നിനും അങ്ങനെ അറിയുന്ന ആളാരാ ഇതിനെ കുറിച്ച്? കേസിനെ കുറിച്ച് ഈ പേപ്പർ ഞാൻ പിന്നെ 2-3 നേരം കാണിച്ച് ഇത് വെച്ച് ഞാൻ കൊച്ചിനെ എടുക്കാൻ പോകത്തില്ല. അപ്പൊ ഞങ്ങൾക്കത് അറിയണമല്ലോ. അല്ല, ഈ അദാലത്തിൽ നിന്ന് കിട്ടിയ പേപ്പറ് അവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ ഫോട്ടോ സെറ്റ് കോപ്പി എൻ്റെ കയ്യിലുണ്ട്. ഒറിജിനൽ വക്കീലിന്റെ കയ്യിലുണ്ട്. ആയിക്കോട്ടെ. പേപ്പറുകളൊക്കെ നിങ്ങളുടെ ഭർത്താവിന്റെ കയ്യിലുണ്ടോ? ഭർത്താവിനെ വിളിക്കാം. രസാലത്തിനെ വിളിക്കാം നമുക്ക്. രസാലം തരും. രസാലം, പണ്ട് തൊട്ടേ ഈ കറവയാണോ നിങ്ങളുടെ ജോലി? പശുവിന്റെ പാല് എങ്ങനെ നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് വിൽക്കുകയാണല്ലോ കോപ്പറേറ്റീവിൽ കൊടുക്കും? അതിൻ്റെ സുഖമായിട്ട് ജീവിക്കാനുള്ളതൊക്കെ ഉണ്ട്, കുഴപ്പമില്ലാതെ ജീവിക്കാനുള്ള വരുമാനം നിങ്ങൾക്കുണ്ട്. പണ്ട് തൊട്ടേ ഇതന്നെയാണ് ജോലി, വേറെ ജോലിക്കൊന്നും പോയിട്ടില്ല? ജോലിക്ക് പോയിട്ടുണ്ട്. മേസ്ത്രി പണിക്ക് ചെറുപ്പകാലത്ത്? കല്യാണം കഴിഞ്ഞ് വരുമ്പോഴൊക്കെ മേസ്ത്രി പണിയാ? കറവയാണ്. കുട്ടിക്കാലത്താണ് പോയിരിക്കുന്നത്? 2 കൊല്ലം.
അപ്പം 3 പശു ഉണ്ടോ നിങ്ങൾക്ക്? 3 വർഷമുണ്ട്. നിങ്ങളുടെ മകന് ഈ അസുഖം വന്ന് നിങ്ങൾ അറിഞ്ഞില്ല ശരിക്കും പറഞ്ഞാൽ, കുറെ കഴിഞ്ഞിട്ടാണ് നിങ്ങളത് ഡോക്ടറെ കണ്ടതും. അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ആണല്ലേ മകൻ മരിക്കാൻ കാരണം? ഓ അതെ. ഇത് വന്നതിന് ശേഷം പിന്നെ എൻ്റെ ഭാര്യ സൂക്ഷിച്ചൊന്നുമില്ല. അപ്പൊ ഈ കല്യാണം എങ്ങനെയാ വന്നത്? ഈ മനീഷിന്റെ കല്യാണം നടന്നത് നിങ്ങൾ അന്വേഷിച്ച ആള് അങ്ങനെ ഒരു തമ്മിൽ സ്നേഹിച്ച് അടുത്ത വീടാണ്, 4ാമത്തെ വീട്. ഓ ശരി. നിങ്ങളുടെ ഇതിൽപ്പെട്ട് തന്നെയാ, മതത്തിൽപ്പെട്ട് തന്നെയാണ്? പള്ളിയിൽ വെച്ചായിരുന്നു കല്യാണമൊക്കെ? ബന്ധുക്കളുമാണ്. ഓ അത് ശരി. കല്യാണം വെച്ചെടുത്ത്. അപ്പൊ അറിയണ ഒരു കുട്ടി ആയതുകൊണ്ട് നിങ്ങൾക്ക് എതിർപ്പും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ഏതായാലും കല്യാണമൊക്കെ കഴിച്ചു, ഭംഗിയായിട്ട് അവർ ജീവിക്കുകയും ചെയ്തു. ഞാൻ ചോദിക്കണോണ്ട് വിരോധം തോന്നരുത്, അമ്മായിയമ്മയും അമ്മായിയപ്പനും തമ്മിൽ വല്ല പ്രശ്നമുണ്ടോ മരുമകളുമായിട്ട്? കാരണം ഇപ്പൊ ഞങ്ങൾ ഷീനെ വിളിക്കുമ്പോൾ ചിലപ്പോൾ ഷീന ഒരു പട്ടിക പറഞ്ഞാലേ അത് ഞങ്ങൾ നേരത്തെ ചോദിക്കുകയാണ്, അങ്ങനെ വല്ല പ്രശ്നങ്ങളും വീട്ടിൽ ഉണ്ടാവാറുണ്ടോ എന്ന്. അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഉറപ്പാണല്ലോ. മരിച്ച ശേഷം തന്നെ നമ്മൾ 11 മാസം വീട്ടിൽ കഴിഞ്ഞു. മരിച്ച ശേഷം അല്ല, അങ്ങനെ കഴിഞ്ഞ ഒരു കുട്ടി പെട്ടെന്ന് എന്തുകൊണ്ട് മാറി എന്നുള്ളതാണ്. കാരണം ഇപ്പൊ നിങ്ങളുടെ വൈഫ് ഞാൻ ഒന്ന് പറയാം, അവള് നമ്മളെ വീട്ടിൽ നിന്നാ വേറെ വിവാഹം കഴിഞ്ഞ് പോകില്ല എന്ന് അവളെ അച്ഛനും അവളെ സഹോദരന്മാർക്കൊക്കെ അവളെ സഹോദരൻ എല്ലാവർക്കും തോന്നിയിരിക്കാം മാനസികമായിട്ട്. ആയിരിക്കാം, അതാവാൻ സാധ്യതയുണ്ട്. ഞാനും അത് ആലോചിച്ചു, അങ്ങനെ ഒരു സാധ്യത ഞാനും കാണുന്നു. അപ്പോഴേക്കും അവര് എങ്ങനെയെങ്കിലും നമുക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവള് കല്യാണം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് പോകണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വാരി കോരി കൊടുക്കാനൊന്നുമില്ല. നമുക്ക് ഇതെല്ലാം കൂടെ കൊണ്ടുപോകാന്ന് പറഞ്ഞ് കൊടുക്കാനൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ സഹകരിക്കുമായിരുന്നു. നിങ്ങളൊരു ഇതിപ്പോ കേൾക്കണ സമയത്ത് ഒരു ചതിയിലൂടെ എല്ലാം എടുത്തിട്ട് ഒരു ദിവസം രാവിലെ ഒരു വണ്ടി കൊണ്ടുവന്ന് നിങ്ങളുടെയും കൂടെ സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി അങ്ങനെ പറയുന്ന സമയത്ത് കേൾക്കണവർക്ക് ഇതൊരു തോന്നൽ തോന്നും. എനിക്ക് തോന്നിയ പോലെ വല്ല പ്രശ്നമുണ്ടോ അങ്ങനെ ഒരു സംശയം തോന്നാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടോ എന്തിനാണ് ഈ 11 മാസം ഞങ്ങളുടെ കൂടെ ഇവിടെ നിന്നിട്ട് ഇതെല്ലാം പെട്ടെന്ന് ഒരു ദിവസം വാരിക്കെട്ടി കൊണ്ടുപോയി നീ താമസം മാറ്റാനുള്ള കാരണം എന്താണ് എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും ചോദിച്ചിട്ടോ? എന്തുകൊണ്ട് ചോദിച്ചില്ല? അവളെ ഇഷ്ടത്തിനല്ലേ വാരിക്കെട്ടി കൊണ്ടുപോയത്, കൊണ്ടുപോട്ടെ, എനിക്ക് വേണ്ട, എനിക്ക് അല്ല അതല്ല. നമ്മളിപ്പോൾ ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മളൊരു വീട്ടിൽ എല്ലാവരും ഒരുമിച്ച് പെട്ടെന്ന് ഒരാൾ മാത്രം എല്ലാം എടുത്ത് വാരിക്കെട്ടി അങ്ങോട്ട് കൊണ്ടുപോയി താമസം മാറുകയാണെങ്കിൽ എന്തായാലും നമ്മുടെ മനസ്സിൽ എന്തിനാണെന്ന് തോന്നിപ്പോകും. അല്ല, അത് ആർക്കായാലും സ്വാഭാവികമായിട്ട് തോന്നാവുന്ന കാര്യമാണ്. ഇപ്പൊ മരുമകൾ എന്നുള്ളത് വിട്ടേക്കൂ, നിങ്ങളുടെ മകനോ ആര് ചെയ്താലും പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം വരുമ്പോൾ താമസം മാറണം എന്നുള്ള ആഗ്രഹത്തിൽ. അല്ല, അത് നിങ്ങളോട് പറഞ്ഞല്ലേ എനിക്ക് ഇവിടെ താമസം അതാ പറയാ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കാരണമാവാം, പക്ഷെ അത് എനിക്ക് ഞാനൊന്ന് മാറുകയാണ്, ഇത് ഈ കാരണം പറയണ്ട, ഞാൻ കല്യാണം കഴിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നുള്ള അങ്ങനെയല്ല. അങ്ങനെ അല്ലാതെ ഞാനിപ്പോൾ ഒരു വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്ന സമയത്ത് എനിക്ക് ഒറ്റയ്ക്ക് താമസിക്കണം, ഇനി ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ച് പഠിക്കണം ഞാൻ, അതുകൊണ്ട് ഞാൻ മാറുകയാണ്, അങ്ങനെ നല്ല നിലയ്ക്ക് പറഞ്ഞു മാറാമല്ലോ. അങ്ങനെയല്ല നിങ്ങളുടെ മരുമകൾ ചെയ്തത്. ഇല്ല ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്വാഭാവികമായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു സംശയം തോന്നുന്നത്. വല്ല പ്രശ്നം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടായിട്ടുണ്ടോ? മാഡം ചോദിച്ചു നോക്കണം. മരിച്ച 3 മാസം കഴിഞ്ഞപ്പോൾ കൊണ്ട് ഒരു കമ്പ്യൂട്ടർ സെന്ററിലാക്കി. അവിടെ മരിച്ച 3 മാസം കഴിഞ്ഞപ്പോൾ 3 മാസം ആയില്ല, അതിനിടെ വീട്ടിനകത്തിരുന്ന് ഈ വിഷമിക്കാണ്ടും കൊണ്ട് ഒരു കമ്പ്യൂട്ടർ സെന്ററിൽ പോയി അതൊക്കെ പറഞ്ഞു അവര് പറഞ്ഞു. അപ്പോഴേ എവളെ ഒറ്റയ്ക്ക് എവള് അപ്പോൾ പറഞ്ഞ് അല്ല അങ്ങനെ പറയാം. അതാ പറയാ, അത്രയും നല്ല നിലയ്ക്ക് നിന്ന നിങ്ങളോട് പറയാതെ കാര്യങ്ങൾ സഹിതം ഒരു വസ്തുവും പറയാതെ എന്താണ് അവർ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇത് വരാൻ കാരണം എന്നുവെച്ചാൽ ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ കാരണം തന്നെ ആണെങ്കിൽ പോലും അത് ഈ കാരണം പറയാതെ വേറെ വല്ലതും പറഞ്ഞ ഒരു ഇപ്പൊ കാരണം നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോയിട്ട് അവരുടെ വീട്ടിലേക്കല്ല പോയത്, നിങ്ങളുടെ ബന്ധുക്കളുടെ വീട്ടിലേക്കും അല്ല പോയത്. അവര് സ്വയം ഒരു വീട് വാടകയ്ക്കെടുത്ത് അവര് തന്നെത്താനെയാ നിന്നത്. ആയിക്കോട്ടെ, എന്നാലും ബന്ധുക്കൾ സ്വന്തക്കാരും ചുറ്റിലുള്ള ഒരു സ്ഥലത്ത് അവര് സുരക്ഷിതമായിട്ട് ഒരു വാടക വീട്ടിലേക്കാണ് മാറിയത്. അപ്പൊ എന്തെങ്കിലും അവർക്കൊരു മനസ്സിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ എന്ന് ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. അത് മാഡം ഇനി അവളടുത്ത് ചോദിച്ചു നോക്കണം, നമുക്കറിയില്ല. അല്ല, അതിന് പുറമേ അങ്ങനെ പോയത് പോട്ടെ, അത് പോയി എന്തെങ്കിലും പറഞ്ഞ് ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ശരി പറയാനുള്ള മനപ്രയാസം കൊണ്ടാണ് പിന്നീടും വന്നിരുന്നു. അപ്പോൾ പലതവണ വന്നപ്പോഴും നിങ്ങൾ ചോദിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ഇത് ചെയ്തതെന്ന് മാത്രം. ആയിക്കോട്ടെ, അതും പോട്ടെ. കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? കല്യാണം കഴിഞ്ഞു,
കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ അവള് എന്ന ഞങ്ങൾക്ക് നല്ല സന്തോഷമേ നിലയ്ക്ക് നിങ്ങൾ അവരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടോ? അവളെ വീട്ടിൽ പോയിട്ടില്ല. പോയിട്ടില്ല. പോയി കൊച്ചുമോനെ മോനിൻ്റെ അന്ന് കൊച്ചുമോനെ എടുക്കാൻ വേണ്ടി എൻ്റെ മോനെ പറഞ്ഞയച്ചു. ഞാൻ അതല്ല പറഞ്ഞില്ലേ മാഡം, ഞാൻ ചോദിക്കുന്നത് അങ്ങനെയല്ല. ഇപ്പം നമ്മളിപ്പോൾ ഒരു തെറ്റിദ്ധാരണ ഇല്ലാതെ യാതൊരു പ്രശ്നവുമില്ലാതെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് മാറി ആ മകൾ പോയി കല്യാണവും കഴിച്ചു. നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോയി എത്ര കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചേ? 2 മാസത്തിനകത്ത് പോയി. കല്യാണം കഴിഞ്ഞു അല്ലേ? അപ്പോൾ ആ കല്യാണം കഴിഞ്ഞ സമയത്ത് നിങ്ങളെ അറിയിച്ചില്ല? ഇല്ല. അതെ, അറിയിക്കാതിരുന്നതിൻ്റെ കാരണമായിരിക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ലയോ എന്നുള്ള സംശയത്തിൻ്റെ പേരിലായിരിക്കും അറിയിക്കാതിരുന്നത്. പക്ഷെ നിങ്ങൾക്കതിൽ വിരോധമില്ല എന്നുള്ളത് നിങ്ങൾ അവരെ അറിയിച്ചിട്ടുണ്ടോ കല്യാണത്തിന് ശേഷം? അതായത് ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ആ മരുമകളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇന്ന സ്ഥലത്താണ് താമസിക്കണമെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ മകനെ വിടുന്നതിന് പകരം എന്തുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും അവിടെ പോയി നീ കല്യാണം കഴിച്ചാൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ, നീ നന്നായി ജീവിക്കണം? ഒരു വീട്ടിൽ താമസിക്കുന്നവരെ ഇനി നമ്മളെ കാണാൻ അവർക്ക് വേറെ എന്തെങ്കിലും തോന്നി പോകണമെങ്കിൽ നമ്മൾ അവർ ഇനി വന്ന് കയറി എൻ്റെ മരുമോളെ സ്വഭാവം മാറി അല്ലെങ്കിൽ എൻ്റെ മോൻ്റെ സ്വഭാവം മാറി എന്ന് ആ വീട്ടുകാർക്ക് തോന്നിക്കണ്ട. ഒരു പ്രശ്നത്തിന് ഞങ്ങളില്ല, ഞങ്ങൾക്കൊന്നും വേണ്ടതെന്ന് തന്നെ ഞങ്ങൾ പോകുന്നു ഇല്ല. ശരി, മനസ്സിലാക്കണം. ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ മോൻ ഒരു പെണ്ണ് അത് തന്നെയാണോ കാരണം നിങ്ങളുടെ ആ മകനെ കാണാൻ സമ്മതിക്കാത്തത്? കാരണം ഞാൻ ചോദിക്കുന്നത്, ഇത്രയും കർഷകമായിട്ട് നിങ്ങളോട് കുട്ടിയെ കാണാൻ പാടില്ല പറഞ്ഞ് 7 സ്കൂൾ 6 സ്കൂളോ മറ്റോ മാറ്റിയ സ്ഥിതിക്ക് 6 സ്കൂൾ മാറ്റിയ സ്ഥിതിക്ക് അത്രത്തോളം ഒരു വെറുപ്പാണ് നിങ്ങളോട് കാണിക്കുന്നത് ആ കുട്ടി. അതെന്തുകൊണ്ടാന്നാ ഞാൻ ചോദിക്കണേ? അത് എന്തെന്ന് ഞങ്ങൾക്കറിയില്ല. അതെന്തെന്ന് അവൾ പറയട്ടെ. നമുക്ക് അവരെന്താ പറയാന്നുള്ളത് ഞങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിക്കോളാം. നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ അത് പറയാം. ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ പോയില്ല. സംഭവം ശരി തന്നെ. പോയില്ലെന്ന് പറഞ്ഞാൽ ഒരു കുടുംബം കലക്കാൻ നമ്മളില്ല. കുടുംബം കലക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിപ്പോൾ നിങ്ങൾ പോകണം, അവരെ പോയി നല്ല നിലയ്ക്ക് ഞങ്ങൾക്ക് ഇഷ്ടമായി, നീ സന്തോഷമായി ജീവിക്ക്, എനിക്ക് ഞങ്ങളെ ഒരു വാക്കറിയിക്കാതല്ലേ പോയത്. നമ്മളവിടെ പോകുന്നത് പയ്യന് ഇഷ്ടമല്ല. ആരും അവന്റെ വീട്ടിൽ ചെല്ലുന്ന ഇഷ്ടം. അത് ഇഷ്ടമല്ല എന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഡ്രസ്സ് കൊണ്ടുകൊടുത്തപ്പോൾ അമ്മ വരട്ടി. അവിടെ ചെല്ലോ കൊച്ചിന് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിച്ച്, കൊച്ചിന് ബാഗ്, കൊട, ചെരുപ്പ്, ഡ്രസ്സ് എല്ലാം വാങ്ങിച്ച് എൻ്റെ അമ്മ കൊണ്ടുപോയി. എൻ്റെ അമ്മ ഞാൻ പറഞ്ഞില്ലേ മാഡം, അവളെ വീട്ടിലേക്ക്. അപ്പം ഞാൻ പറഞ്ഞില്ലേ മാഡം, നമുക്ക് അതിനുള്ള ഒരു അവസ്ഥ അല്ല. ഞങ്ങളെ ഇപ്പം ഒരു മകൻ മരിച്ചത് വേദനയോടുകൂടി കിടക്കുന്ന ഒരു അമ്മ ഏത് വീട്ടിൽ പോവാൻ? അങ്ങനെ വളരെ വിഷമത്തിൽ കിടക്കുന്നു. അവളെ കല്യാണം കഴിഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൂ. എനിക്ക് നല്ല എൻ്റെ കുടുംബക്കാർക്ക് എല്ലാവർക്കും വലിയ സന്തോഷമേ ഉള്ളൂ. നിങ്ങളപ്പോൾ നിങ്ങളുടെ അമ്മ കൊണ്ടുപോയി അപ്പോൾ അവരെ വീട്ടിൽ കൊണ്ടുപോയി, കല്യാണം കഴിച്ചു പോയ വീട്ടിൽ കൊണ്ടുപോയപ്പോഴേ അവളും പിള്ളേരും അവിടെ ഇല്ലായിരുന്നു. അപ്പോഴമ്മ പിറ്റേ ആഴ്ച വീണ്ടും പോയി പിള്ളേരെ കാണാൻ. എൻ്റെ അമ്മയാണ് പോയത്. ആ അമ്മ നടന്നാണ് അവർ പോണത്, ബസ്സിൽ പോലും അല്ല. അവിടെ നിന്ന് നടന്ന് വഴിക്കൊക്കെ നടന്ന് കയറിയാണ് അവളെ വീട്ടിൽ പോയത്. പോയപ്പോൾ ഈ ഡ്രസ്സുകളെല്ലാം എടുത്ത് അമ്മേരെ മുമ്പ് എറിഞ്ഞിട്ട് പറഞ്ഞ് പോച്ച് കളയുമെന്ന്. എൻ്റെ അമ്മേരെ കയ്യിൽ നിന്ന് അവൻ്റെ അമ്മ വാങ്ങിച്ച് വീട്ടിനകത്ത് വെച്ച ഡ്രസ്സാണ്. അപ്പോൾ ഇവർ എവിടെയാണ് പോയിരുന്നു, വന്നപ്പോഴും എടുത്ത് കൊടുത്ത് അവർ സൂക്ഷിച്ച് വെച്ചിരുന്നു. കൊടുത്ത പലഹാരങ്ങളൊന്നും എടുത്തെറിഞ്ഞിട്ടില്ല. അതെല്ലാം എന്ത് ചെയ്തെന്ന് എനിക്കറിഞ്ഞുകൂടാ. പിറ്റേ ആഴ്ച അമ്മ പിള്ളയെ കാണാൻ പിള്ളയെ നോക്കി പോയപ്പോൾ എടുത്ത് ഇതെല്ലാം കൂടെ അമ്മ മുമ്പ് എറിഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞ് നിങ്ങളെയും കൂടെ പോച്ചളയും. നിങ്ങൾക്ക് സാധകമായിട്ട് വിധി വന്നു കഴിഞ്ഞു. മാഡം തരുന്നില്ലല്ലോ. അതെ, പക്ഷെ ഈ വിധി വന്നിട്ട് നിങ്ങൾക്ക് തരുന്നില്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ ഈ മാർച്ച് 21-ാം തീയതി നിങ്ങൾ 16-ാം തീയതി നിങ്ങൾ വീണ്ടും ഒരു ഇതിന് വിളിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? അറിയാൻ പാടില്ല. കേസ് കൊടുത്തതിന് ശേഷം വന്ന കത്താണ്. നോട്ടീസ് കിട്ടിയപ്പോൾ അവരയച്ച കത്താണ്. അപ്പൊ അതിന്റെ ഇന്റർണൽ ഒരു ഇന്റൻഷൻ വേറെയാണ്. ഒരു ബോണഫൈഡ് കാണിച്ചിട്ട് ഒരു ഫ്രോഡ് കളിക്കാം എന്നുള്ളതായിരിക്കും. അമ്മയെ വിളിക്കാം, പക്ഷേ മോൾക്ക് പറയാനുള്ളത് ആദ്യം പറഞ്ഞൂടെ? എന്താ പറയാൻ പേടിയുണ്ടോ? ഇവരെ പേടിയുണ്ടോ? അവരെ പേടിയല്ല. പിന്നെ ആരെയാ പേടിക്കുന്നേ മോള്? എന്താ മോളുടെ പ്രശ്നം എന്താന്ന് പറയൂ. എന്നുവെച്ചാൽ എന്തുകൊണ്ടാണ് മോളൊന്നും പറയാൻ മടിക്കുന്നതെന്നുള്ളത്.
നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ, കഥയില്ലത് ജീവിതം, അമൃത TV, ഗാന്ധിനഗർ, വഴുതയ്ക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ: ജീവിതം@amrithatv.com.